അതുതന്നെയായിരുന്നു. പക്ഷെ ഒരു വർഷം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. കാരണം കംപ്ലീറ്റ് ചെയ്ത താങ്ക് യു. ഇവിടെ മാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. ജീവിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചില ചേഞ്ചസ് വരുത്തുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതേപോലെ ഈ മാം എന്നുള്ള വിളി ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ചേച്ചിനെ വിളിച്ചാൽ മതി. എനിക്ക് അതിനുള്ള എന്താ പറയാ, ലൈഫിൽ ഞാൻ അങ്ങനെ ഒന്നും ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ വിളിക്കാനും മാത്രം. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഈ ഗർഭകാലത്ത് ഞാൻ ചെയ്യണമെന്ന് എന്നേക്കാ വാശി അബിക്കായിരുന്നു. എന്റെ കഴിവുകളെ പറ്റി എന്നേക്കാ കോൺഫിഡൻസും അബിക്ക് തന്നെ ആയതുകൊണ്ട് നിർബന്ധിച്ച് തന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മറ്റെങ്ങോട്ടുമല്ല, ഞങ്ങൾ രണ്ടുപേരും പഠിച്ച NSS കോളേജ് പന്തളം, അവിടുത്തെ സെക്കൻഡ് ഇയർ കുട്ടികളുടെ NSS ക്യാമ്പിലേക്കാണ്. അവിടെ ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് എടുക്കാൻ ജ്യോതി ടീച്ചർ ഒരു അവസരം തന്നു. അതിന് കാരണമായത് എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡാണ്. സത്യത്തിൽ ഇന്നലെ വരെ എങ്ങനെ ഇതിൽ ഒഴിവാകാം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് എടുക്കാനായിട്ട്. അതിന്റെ നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണമാണ്, അവിടെ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയ സ്നേഹത്തോടെ വിളമ്പി തന്നെ ഭക്ഷണമാണ്. അത് കഴിച്ചു. കുറച്ചു നേരം ടീച്ചറിനോട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ കുട്ടികളോട് കുറച്ചു നേരം സംസാരിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞാലും ഈ NSSന്റെ ക്യാമ്പ് ഒരു പ്രത്യേക അനുഭവം അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് എക്സ് വോളണ്ടിയേഴ്സ് ആയിരുന്നു എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ അത് എന്റെ സെക്ഷൻ എടുക്കേണ്ട സമയമായി. ഫസ്റ്റ് NSSന്റെ സോങ് ആയിരുന്നു. അതിനുശേഷം കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സ്വാഗതം ചെയ്യുന്നതിനായി ഡ്രീം ടീം അംഗമായ അമലയെ സ്വാഗതം ചെയ്യുന്നു. സൈക്കോളജിയാണ് അദ്ദേഹത്തിന്റെ മേഖല, പ്രധാനപ്പെട്ട വിഷയം. ഡിഗ്രിയുടെ കൗൺസിലിംഗ് അല്ലേ? കൗൺസിലിംഗിന്റെ MSc കൗൺസിലിംഗ് ഇപ്പം ഇഗ്നോയിലുണ്ട് അല്ലേ? ഇഗ്നോ ഏറ്റവും വലിയ ഓപ്പണിംഗ് കോഴ്സ്. ഇഗ്നോയിനെ കുറിച്ച് അറിയാം? ഇഗ്നോയിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ്. കാരണം നമ്മളെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ഷണിക്കപ്പെട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുക, നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു സെഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുക. ഞാൻ ഇതിന് മാത്രം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സെൽഫ് ഡൗട്ടോട് കൂടിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതിന്റെ എല്ലാ ടെൻഷനും എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഹായ് എന്ന് പറയണേ. ഓൾറെഡി ഇങ്ങനെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. ഹലോ ഹലോ ഹായ് 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 ഹായ്. അപ്പോ ഞാൻ 2017-20 ബാച്ചില് പന്തളം NSS കോളേജില് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചൊരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ ഞാൻ MSW കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജി അല്ല, കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ഇതാണ് എന്നെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിയൊരു ക്ലാസ് എടുക്കാം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ക്ലാസ് എടുക്കാനും മാത്രമുള്ള അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഇതിന്റെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും. കാരണം എൻ്റെ ലൈഫിലെ ആദ്യത്തെ ക്ലാസ്സാണ്. ഈ ഒരു സബ്ജക്ട് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു ക്രൗഡിന്റെ മുമ്പിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിന് എല്ലാ നെർവസ്നെസ്സും എനിക്കുണ്ട്. എത്രത്തോളം നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം നിങ്ങളെ ഉറക്കാതെ ബോറടിപ്പിക്കാതെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹായ് ഹായ്. ഓക്കെ, അപ്പോ ഞാനിപ്പോ നിങ്ങളോട് ഇവിടെ വന്ന് നിന്നപ്പോ എന്നെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനു മുമ്പ് നിങ്ങളുടെ NSSന്റെ വോളണ്ടിയർ ആയിരുന്നു. എൻ്റെ കുട്ടീന് എന്റെ ഡീറ്റെയിൽസ് എഴുതി മേടിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇല്ല അല്ലേ? താഴെയാണോ? ഓക്കെ, അപ്പൊ ആ കുട്ടീനോട് ഞാൻ എന്നെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ റാൻഡമായിട്ട് 1-2 പേരെ വിളിക്കാം. നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഞാൻ റാൻഡമായിട്ട് വിളിക്കാം. എന്ത് വേണം? റാൻഡമായിട്ട് വിളിച്ചാൽ NSS കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഞാൻ എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്നൊരു ആഗ്രഹം ഉള്ളത്. നമ്മൾ പറയാറുണ്ടോ? ഇല്ല, സ്വാഭാവികമായിട്ട് പറയാൻ തോന്നത്തില്ല അങ്ങനെ സിറ്റുവേഷനിൽ അല്ലേ? പക്ഷേ നമ്മൾ ഒരാളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്ന ആളാണ്, എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന കോഴ്സ് ചെയ്യുന്നു, എനിക്ക് ഇന്ന ലൈഫിൽ ആവാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ ആ ആളോട് മാത്രമല്ല പറയുന്നത്, ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ മനസ്സും കേൾക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മൈൻഡിന് പല തലങ്ങളുണ്ട്, വിരങ്ങളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സും ഇത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ടോപ്പിക്, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇത് തന്നെയാണ്. നമ്മളൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാൻ നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കൊണ്ടുപോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കേട്ടതിന് ശേഷം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എന്താ വിചാരിക്കണം? അത് കിട്ടട്ടെ. പക്ഷെ കിട്ടി കഴിയുമ്പോൾ അറിയാം അതിന് ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കേട്ടോ, എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ പുതുതായിട്ട് ഇതുപോലെ? അടുത്ത വർഷം ഫെബ്രുവരിയിൽ കാപ്പാറ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. പങ്കെടുക്കാനുള്ളതുണ്ടായിരുന്നു. അതിന് വേണ്ടി വർക്കൗട്ട് പിന്നെ ഡയറ്റ് ഉണ്ട്. അതൊക്കെ തട്ടി കാണിച്ചു ചെയ്താൽ കൊള്ളാമില്ല. തുടങ്ങിയതായിരുന്നു, പിന്നെ വീണ്ടും കട്ടായി മറ്റേ പ്രശ്നമായി അപ്പോ നിങ്ങളെല്ലാവരും അല്ല, ഇതിൽ കുറച്ചാളുകൾ സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് പ്രണോബി, ഞാൻ ബികോൺടാക്സ് വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, അനിയത്തി, അപ്പൂപ്പനമ്മ, അങ്ങനെ കൊച്ചു കുടുംബമാണ്. അച്ഛൻ ടാപ്പിങ്ങാണ് വർക്ക്. പിന്നെ അമ്മ പ്രസ് ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അപ്പൂപ്പൻ പാട്ട് പാടുന്ന ഒരാളാണ്. പിന്നെ അമ്മമ്മ വീട്ടിൽ ഞാനിതുപോലെ തുണി സഹായിച്ചു കൊടുക്കുന്നു. ഓർക്കം വരുന്നുണ്ടോ? ഓർക്കം വരുന്നുണ്ടോ? ശരിക്കും ഒരു ക്ലാപ്പില് ആ ക്ലാപ്പിന് എന്ത് അർത്ഥമുള്ളതെന്ന് അറിയോ? എനിക്ക് അറിയത്തില്ലാണോ? ഇവിടെ പറയണല്ലോ അല്ലേ? അല്ലേ? അറിയാമെന്ന് പറഞ്ഞ് ധൈര്യത്തോട് പറയാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ NSSന്റെ ക്യാമ്പിലായതുകൊണ്ട് അല്ലെങ്കിൽ NSS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ക്യാമ്പിലായതുകൊണ്ട്, സ്പേസിലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൈയെഴുതിക്കും. ഞാൻ എന്റെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയെഴുതിക്കും അല്ലേ? ഇതല്ലാതെ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന വഴിക്ക് ഒരാളോട് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് എത്ര പേർക്ക് പറ്റും? ആദ്യം കൈ വെക്കാൻ അറിയുക. ഒരു എക്സാമ്പിൾ പറയാം. ഫുഡൊക്കെ നല്ല ഫുഡാണ് ഉണ്ടാക്കിയത്. അതെ, അതൊരു അപ്രീസിയേഷൻ തന്നെയാണ്. നിങ്ങൾ എത്ര പേര് അങ്ങനെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുമ്പോ അമ്മയോട് പോയിട്ട് പറയാറുണ്ടോ? അമ്മ ഇന്ന് വെച്ച ഫുഡ് നല്ലതായിരുന്നു എന്ന് പറയാറുണ്ടോ? നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ. നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ട് വന്നാൽ, കുറച്ച് അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ വന്നാൽ, എടാ നീ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ നീ കാണാൻ കൊള്ളാം എന്ന് പറയാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ നല്ല കുട്ടികളാണ്. സോ ഒരു ക്ലാപ്പ് കൊടുക്കും. അല്ലാതെയാണ് ആവുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും എന്ത് ചെയ്യുക? അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ അറിയാതെ തന്നെ എന്താക്കാണ്? മോഡിഫൈ ചെയ്യണം. മനസ്സിലായോ? നമ്മളിപ്പോ ജനിച്ച് നമ്മളിപ്പോ ജനിച്ച് വളർന്ന സാഹചര്യം ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ ചിലപ്പോ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കും ഉണ്ടാകുക. ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കണമെന്നില്ല. അവിടെ നിന്നായിരിക്കും നമ്മൾ
ചിലപ്പോൾ കോളേജിലേക്കും അല്ലെങ്കിൽ മറ്റു പല ഇടങ്ങളിലേക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആവാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ ഒരാൾക്ക് കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വർഷങ്ങളായി നമ്മൾ ശീലിച്ചു വരുന്ന പല ശീലങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ പോലും അറിയാതെ. ഇപ്പൊ നിങ്ങൾ കോളേജ് ലൈഫിനകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. കൂട്ടുകാരുണ്ട്, കോളേജിലെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും ലൈഫ് ബോറടിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് ഇപ്പൊ കേൾക്കുന്ന പല കാര്യങ്ങളും ഉപകാരപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം, കാരണം ഞാൻ നിങ്ങളുടെ കൂട്ട് ഒരു 3 വർഷം വെറുതെ കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഞാനും വളരെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. അത് നിങ്ങൾ ലൈഫിൽ എടുക്കണമെന്നോ എടുക്കരുതെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഇതിനകത്ത് ഈ കേൾക്കുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ. ഭയങ്കരമായ അഡിക്ഷൻ എനിക്കുണ്ടായിരുന്നു. ഒരു സമയം പോലും സമയം എനിക്ക് കാത്തു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു അക്ഷരം പോലും ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല. എനിക്ക് ഇറങ്ങുന്ന സമയത്ത് 8 സപ്ലൈ ഉണ്ടായിരുന്നു. എനിക്കറിയാം. അപ്പോ ആ 8 സപ്ലൈ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം അത് തന്നെയായിരുന്നു. പക്ഷെ 1 വർഷം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. കാരണം കംപ്ലീറ്റ് ചെയ്ത പറ്റുള്ളായിരുന്നു. താങ്ക് യു. എനിക്കത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ മൊബൈലിന്റെ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ ഈ കോളേജ് ലൈഫൊക്കെ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര കളർഫുൾ ആയിരിക്കും. കോളേജ് രാഷ്ട്രീയം, സൗഹൃദം, പ്രണയം എല്ലാം ഇതിലുണ്ടാവും. പക്ഷെ ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെ തന്നെയായിരിക്കും. പറയൂ. ശരിയായിട്ടില്ല. പള്ളിയാണ് ശരിയാണ് മനസ്സിലായി. ഇപ്പം വീടിന്റെ പോയി അച്ഛനെ നോക്കുന്നത് അത് സെറ്റാക്കി അപ്പൊ പഠിക്കുന്ന കാര്യമില്ലാത്ത 2 കാര്യങ്ങൾ നമ്മളിപ്പോ കേട്ടു. ഇത് നമ്മുടെ ഒട്ടുമിക്ക, അതായത് ആ ഒരാളെ സംബന്ധിച്ച് അത് ആ ആളുടെ വലിയൊരു സ്വപ്നമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു സ്വപ്നം സഫലമാകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോഴും നമുക്ക് ആദ്യം തോന്നും, ഇതൊക്കെ ചെയ്താൽ ശരിയാവും, ഇതൊക്കെ ചെയ്താൽ എങ്ങനെ നടക്കാനാ? നമ്മൾ പണിയെടുക്കാതെ നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കുമോ? ഞാൻ മുമ്പേ ഇതിനിടയിൽ ഒരു 2 വട്ടം റിപ്പീറ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചില ചേഞ്ചസ് വരുത്തുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. എന്ന് കരുതി ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് നാളെ രാവിലെ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റന്നാളുണ്ടാവില്ല. ടൈം എടുത്തേ ഇത് സംഭവിക്കുള്ളൂ. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കാര്യമായ മാറ്റം നമുക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അഫർമേഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടേതായ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് നമ്മുടെ തന്നെ വാചകങ്ങളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ രാവിലെ എഴുന്നേൽക്കുമ്പോ കാണത്തക്ക രീതിയിൽ മുന്നിൽ പ്രതിഷ്ഠിക്കുക. അതില് ഇപ്പം കുട്ടിയുടെ പേരെന്തായിരുന്നു? അഭിരാമിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എന്താ, വീട്ടിലെ കടങ്ങളൊക്കെ തീർത്ത് സെറ്റിൽ ആവണം എന്ന് പറഞ്ഞു. അപ്പോ അഭിരാം ഇങ്ങനെ എഴുതുക, എന്റെ പേര് അഭിരാം എന്നാണ്, ഞാൻ അല്ലല്ല, ഇൻട്രൊഡക്ഷൻ അല്ല, എന്റെ പേര് അഭിരാം എന്നാണ്, ഞാൻ എന്റെ വീട്ടിലെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്ത് ഇപ്പോ സമാധാനമായിട്ട് ജീവിക്കുന്നു. എനിക്ക് ഇന്നൊരു ജോലിയുണ്ട്, ആഗ്രഹമുള്ളൊരു ജോലി എടുക്കുക, ഇന്നൊരു ജോലിയുണ്ട്, ഞാനിപ്പോ വളരെ ശാന്തനാണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഇതെന്നെ രാവിലെ എടുത്ത് വെച്ച് വായിക്കുക. അബ്രാം അങ്ങനെ ആയോ? ആരാണ് കാര്യം പറയുന്നത്?
അപ്പോ അബ്രഹാം അങ്ങനെ ആയോ? ഇല്ല. പക്ഷെ ഓരോ ദിവസം അബ്രഹാം തന്നെയാണിത് വായിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം സമാധാനം ഉണ്ടാവുമല്ലോ, അല്ലേ? ആ സമാധാനം മതി അഞ്ച് ദിവസത്തേക്ക് മൊത്തം. അപ്പൊ ഇതാണ് അഫർമേഷൻ കൊണ്ടുള്ള ഒരു ചെറിയ സന്തോഷം. വേവ്സ് പോലെ ആവും, ചിലപ്പോ ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിലാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ എത്തിക്കേണ്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ലൈഫിൽ പറ്റട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഉറക്കമില്ലാതെ കേൾക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റി. വളരെ നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു. അടുത്തതായി ബീൻസ് ടീമിലെ ഗോപിക. മനസ്സുണ്ടാവട്ടെ. മാം എടുത്തു തന്ന ക്ലാസ് വളരെ നല്ലതായിരുന്നു. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന പല പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് മാം പറഞ്ഞതിലൂടെ മനസ്സിലായി. പിന്നെ നമുക്കുള്ള സ്ട്രെസ് ആണെങ്കിലും നമ്മളെ കൊണ്ട് ചെറിയ നമ്മളെ കഴിയുന്ന വിധം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഓവർകം ചെയ്യാമെന്നും മാമിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇവിടെ മാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല ജെനി. ആൻഡ് മാം പല കാര്യങ്ങളും ഇപ്പോ എന്താ ഡെയിലി നമ്മുടെ ഒരു ടാസ്ക് ഇപ്പം എന്തിനു പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരുന്നാലും അതൊക്കെ നേരെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിൽ മാം പറഞ്ഞ വേർഡ് ഞാൻ മറന്നുപോയി. ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല വേറുണ്ട് ജേണലും പിന്നെ വാട്ടവർ. അതായത് നമ്മള് എന്താ ഓരോ ദിവസവും നമുക്ക് പ്ലാൻ ചെയ്യുന്നില്ലേ, അതിന് ഓരോ ദിവസം പ്ലാൻ ചെയ്യുന്നു. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതായത് SSC RRB എക്സാംസ് ഒക്കെ വന്നു. ഇപ്പൊ ഡിഗ്രി ഞാൻ തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. സോ തീരാകുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പഠിപ്പിക്കുന്നൊന്നുമില്ല, വേണമെങ്കിൽ പല പണി നോക്കി പൊക്കോണമെന്ന്. സോ SSC RRB എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 4 മണിക്ക് എണീക്കണം, 2 മണിക്കൂർ പ്രിപ്പറേഷൻ, അടുത്ത 1 hour ബ്രേക്ക് എന്നൊക്കെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 1 year നല്ലപോലെ ഓടിപ്പോയി, പക്ഷെ പിന്നെ ഫ്ലോപ്പ് ആയി പോയി. സോ അത് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ തോട്ട്സ് എഴുതുന്നതായിരുന്നാലും നല്ലൊരു ഇതാണ്. നമ്മുടെ എല്ലാവർക്കും കാണുമല്ലോ ടെൻഷൻ, സ്ട്രെസ്, ഓവർതിങ്കിങ് ഒക്കെ എല്ലാ ഹ്യൂമൻ ബീങ്സിനും കാണും. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. ആൻഡ് നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. വന്നാട്ടെ. എൻ്റെ പേര് അതുല്. നമ്മുടെ ക്യാമ്പിൻ്റെ 6ാമത്തെ ദിവസത്തിൽ 2ാമത്തെ സെഷനിലാണ് മാഡം ക്ലാസ് എടുത്തത്. മാഡത്തിൻ്റെ ക്ലാസ് എനിക്ക് പേഴ്സണലി വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നി. നമ്മുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് മാഡം പറഞ്ഞത്. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതേപോലെ ഈ മാം എന്നുള്ള വിളി ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ചേച്ചിനെ വിളിച്ചാൽ മതി. എനിക്ക് അതിനുള്ള എന്താ പറയാ, ലൈഫിൽ ഞാൻ അങ്ങനെ ഒന്നും ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ വിളിക്കാനും മാത്രം അത്രേ ഉള്ളൂ. നിങ്ങളുടെ ക്ഷമയെ ഞാൻ ഭയങ്കരമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞ ക്ലാസ് തീർന്നപ്പോൾ അയ്യോ തീർന്നു പോയല്ലോ എന്നൊരു വിഷമമായിരുന്നു എനിക്ക്. കാരണം ഞാൻ ടെൻഷൻ അടിച്ച പോലത്തെ ഒന്നും തന്നെ ഉണ്ടായില്ല. എനിക്ക് നല്ലതായിട്ട് ആ ക്ലാസ് പെർഫോം ചെയ്യാൻ പറ്റി, ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എനിവേ NSS കോളേജിലെ കുട്ടികളോടും ഈ ക്ലാസ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്ന ജ്യോതി ടീച്ചറിനോടും എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ എനിക്ക് ഭയങ്കരമായൊരു സ്നേഹവും എന്താ പറയാ നന്ദിയും ഒക്കെ തോന്നിയൊരു മൊമെന്റ് കൂടിയായിരുന്നു അത്. ഇനിയാണെങ്കിലും ഒരു ക്രൗഡിന് മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞ ഈ ഒരു ക്ലാസ്സിന് ശേഷം എനിക്ക് കിട്ടി. എനിവേ ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്.